എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2023 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 189/2023. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു, 1-3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു, 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 3 മാത്രം. 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന പ്രസ്താവനയാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? നിയമലംഘന പ്രസ്ഥാനമായിരുന്നു, ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരായിരുന്നു, കർഷക സമരമായിരുന്നു, ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 4 മാത്രം. ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന പ്രസ്താവനയാണ് തെറ്റായത്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ 1928 ബർദോളി സത്യാഗ്രഹം നടന്നത്. റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ: സത്യപാൽ മല്ലിക്, മംഗൾ പാണ്ഡെ, വെല്ലിംഗ്ടൺ പ്രഭു, സൈഫുദ്ദീൻ കച്ലു. റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ: ഓപ്ഷൻ ഡി 1ഉം 4ഉം. സത്യപാൽ മല്ലിക്, സൈഫുദ്ദീൻ കിച്ലു എന്നിവരാണ് റൗലറ്റ് പ്രക്ഷോഭവുമായി തന്നിരിക്കുന്നവരിൽ ബന്ധപ്പെട്ട വ്യക്തികൾ. പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്: ഗാന്ധിജി ക്രിപ്സ് മിഷൻ, ഗാന്ധിജി ക്യാബിനറ്റ് മിഷൻ, ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ, ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം. പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ 1 മാത്രം. ഗാന്ധിജി ക്രിപ്സ് മിഷൻ. 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ: നാനാ സാഹിബ്, ഝാൻസി റാണി, ജനറൽ ഭക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ: ഓപ്ഷൻ ബി 3ഉം 4ഉം. ജനറൽ ഭക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ എന്നിവരാണ് 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ഡൽഹി. ഡൽഹിയിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത: ഓപ്ഷൻ സി ദാക്ഷായണി വേലായുധൻ. ദാക്ഷായണി വേലായുധനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം: ഓപ്ഷൻ എ മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം: ഓപ്ഷൻ ഡി റെയിൽവേ. റെയിൽവേ ആണ് തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം. വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി: ഓപ്ഷൻ ബി PB സാവന്ത്. PB സാവന്താണ് വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. വൈകുണ്ഠസ്വാമിയുടെ രചന ഏത്? ദർശനമാല, നവമഞ്ജരി, ആദിഭാഷ, അരുൾനൂൽ. തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ്? ഓപ്ഷൻ സി 4 മാത്രം. അരുൾനൂലാണ് തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമിയുടെ രചന. ദർശനമാലയും നവമഞ്ജരിയും രചിച്ചത് ശ്രീനാരായണ ഗുരു. ആദിഭാഷ ചട്ടമ്പി സ്വാമികളുടെ രചനയാണ്.
വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏത്? തിരുവിതാംകൂറിലെ ദളവയായിരുന്നു. മാത്യു തെരകനെ സംരക്ഷിച്ചു. മെക്കേളയുമായി ശത്രുതയിലായിരുന്നു. തന്നിരിക്കുന്നവയിൽ വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി, 2 മാത്രം. മാത്യു തെരകനെ സംരക്ഷിച്ചെന്ന പ്രസ്താവനയാണ് വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരം തിരിച്ചത് ഏത് പേരിലായിരുന്നു? പാട്ടം, വെറും പാട്ടം, ദാനം, ദേവസ്വം, ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക, സാമം, ദാനം, ഭേദം, പാട്ടം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരം തിരിച്ചത് ഏത് പേരിലായിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, 2 മാത്രം. ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക. ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകനാര്? ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ബി, വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. കാനിങ് പ്രഭുവിൻ്റെ തീരുമാനമനുസരിച്ച് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി എന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? ഓപ്ഷൻ സി, 1ഉം 3ഉം. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ലോർഡ് കോൺവാലിസ് ആണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി? ഓപ്ഷൻ ബി, പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാർ നദിയിലാണ്. 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? ഓപ്ഷൻ ഡി, ഖത്തർ. ഖത്തറായിരുന്നു 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ചത്. കാനഡയും മെക്സിക്കോയും അമേരിക്കയും ചേർന്നാണ് 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏതു വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏതു വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? ഓപ്ഷൻ സി, മിശ്ര സമ്പദ് വ്യവസ്ഥിതി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത്. ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ഓപ്ഷൻ എ, ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി? ഓപ്ഷൻ ഡി, പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ആണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത്? ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത്? ഓപ്ഷൻ എ, ഹരിത വിപ്ലവം. ഹരിത വിപ്ലവമാണ് ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത്. 1962 ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ കാരണം എന്ത്? 1962 ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ കാരണം? ഓപ്ഷൻ ഡി, ദലൈലാമയ്ക്ക് അഭയം നൽകിയത്. 1962 ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ കാരണം ദലൈലാമയ്ക്ക് അഭയം നൽകിയതാണ്. 23ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായി 2016 സ്ഥാനമേറ്റത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായി 2016 സ്ഥാനമേറ്റത്? ഓപ്ഷൻ ഡി, ഊർജിത് ആർ പട്ടേൽ. ഊർജിത് പട്ടേലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായി 2016 സ്ഥാനമേറ്റത്. ശക്തികാന്ത് ദാസ് ആണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ.
ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ. ഓപ്ഷൻ എ ഗ്രീഷ്മകാലം. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥയാണ് ഗ്രീഷ്മകാലം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തിരിക്കാം? ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തിരിക്കാം? ഓപ്ഷൻ സി 3. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയി തിരിക്കാം. ആനമുടിയുടെ ഉയരം. ആനമുടിയുടെ ഉയരം ഓപ്ഷൻ എ 2695 മീറ്റർ. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെ? ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെ? ഓപ്ഷൻ ബി മറയൂർ. മറയൂരാണ് ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല. ഓപ്ഷൻ ഡി ഇടുക്കി. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഓപ്ഷൻ ബി ബാമർ. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ബാമർ. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം. ഓപ്ഷൻ എ ഇടനാട്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട്. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. ഓപ്ഷൻ സി പീച്ചി. പീച്ചിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. ഓപ്ഷൻ സി കണ്ണൂർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം. ഓപ്ഷൻ സി ആലട്ടിച്ചുരം. ആലട്ടിച്ചുരമാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത്? ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ ഉത്തർപ്രദേശിലാണ് തുറന്നുകൊടുത്തത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ഓപ്ഷൻ ഡി വാർട്ടൺ ഗർത്തം. വാർട്ടൺ ഗർത്തമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി. ഓപ്ഷൻ എ പാമ്പാർ. പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം. ഓപ്ഷൻ ഡി സിറസ്. സിറസ് മേഘങ്ങളാണ് തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ഓപ്ഷൻ സി പി ടി ഉഷ. പി ടി ഉഷയാണ് ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി. ഓപ്ഷൻ ബി സുന്ദരി കണ്ടൽ. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി സുന്ദരി കണ്ടൽ. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല.
ഓപ്ഷൻ ഡി പാലക്കാട്. പാലക്കാടാണ് തന്നിരിക്കുന്നവയിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി. ഓപ്ഷൻ എ സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യ ജില്ല. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യ ജില്ല. ഓപ്ഷൻ സി കോട്ടയം. കോട്ടയം ജില്ലയാണ് ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യ ജില്ല. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം. ഓപ്ഷൻ എ ആര്യസമാജം. ആര്യസമാജമാണ് ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളെന്ന് വിശേഷിപ്പിച്ചത്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ. ഓപ്ഷൻ ബി മതേതരത്വം, സ്ഥിതിസമത്വം. മതേതരത്വം, സ്ഥിതിസമത്വം എന്നിവയാണ് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ. മൈക്കലാഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിൻ്റെ മലയാള അർത്ഥം. മൈക്കലാഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിൻ്റെ മലയാള അർത്ഥം. ഓപ്ഷൻ ഡി കരുണ. കരുണ എന്നാണ് മൈക്കലാഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിൻ്റെ മലയാള അർത്ഥം. സുവർണ ജയന്തി ഷഹാരി റോസ്കർ യോജനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? നഗരങ്ങളിലെ തൊഴിലരഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു, സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു, ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു, ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധയുമുള്ളവർക്ക് തൊഴിൽ, ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. എയും ബിയും ശരി. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നിവയാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജനയെ സംബന്ധിച്ച് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിൽ രാജീവ് കുമാറാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവുമാണ് ഇലക്ഷൻ കമ്മീഷണർമാർ. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം. ഓപ്ഷൻ എ ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ. ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ എന്നതാണ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം. 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര്. 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര്. ഓപ്ഷൻ സി അൽ റിഹ്ല. അൽ റിഹ്ല എന്നതാണ് 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോൾ നൽകിയിട്ടുള്ള പേര്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൻ്റെ 34ാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും ഹിമാചൽ പ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൻ്റെ 34ാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി. ഓപ്ഷൻ ഡി ശ്യാം ശരൺ നെഗി. ശ്യാം ശരൺ നെഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൻ്റെ 34ാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി. മനുഷ്യരിൽ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? മനുഷ്യനിൽ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ. ഓപ്ഷൻ ബി കോമ്പല്ല്. കോമ്പല്ലാണ് മനുഷ്യരിൽ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്?
ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുക എന്നതാണ് പ്രോട്ടീനിൻ്റെ ധർമ്മം. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ബി 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാരഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏത് വിളയുടെ വിത്താണ്? പ്രിയങ്ക ഏത് വിളയുടെ വിത്താണ്? ഓപ്ഷൻ സി പാവൽ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് പാവലിൻ്റെ ഒരിനമാണ്. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ഇരവികുളം. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഓപ്ഷൻ ഡി ഇരവികുളം. ഇരവികുളമാണ് വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം. ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഓപ്ഷൻ എ ഹരിതസസ്യങ്ങൾ. ഹരിതസസ്യങ്ങളാണ് ഒരു ഭക്ഷ്യശൃംഖലയിൽ അവസാനത്തെ കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി. 2021 പരിസ്ഥിതി ദിന സന്ദേശം ഏതാണ്? 2021 പരിസ്ഥിതി ദിന സന്ദേശം ഏതാണ്? ഓപ്ഷൻ സി 4 ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ എന്നതാണ് 2021 പരിസ്ഥിതി ദിന സന്ദേശം. പ്ലാസ്റ്റിക് മലിനീകരണം തടയലാണ് 2023 പരിസ്ഥിതി ദിന സന്ദേശം. ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ച തടയലാണ് 2024 പരിസ്ഥിതി ദിന സന്ദേശം. സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏത്? സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഓപ്ഷൻ എ ശ്വാസകോശം. ശ്വാസകോശമാണ് സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ഓപ്ഷൻ ബി പ്രകീർണനമാണ് പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞനാണ്. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ഡി ടോറിസെല്ലി. ടോറിസെല്ലിയാണ് ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സോഡിയം ബെൻസോയേറ്റ്. സോഡിയം ബെൻസോയേറ്റ് ആണ് ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. സോഡാ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ്? ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേര് ഓപ്ഷൻ ഡി കമ്പനം. രസതന്ത്രത്തിൽ 2020 നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ്? രസതന്ത്രത്തിൽ 2020 നൊബേൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ ഇമ്മാനുവൽ ഷാർപെൻറ്റിയെ. മൗഗി ജി ബാവൻഡി, ലൂയിസ് ഇ ബ്രസ്, അലസ്കി യെക്കിമോവ് എന്നിവർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. മ്യൂക്കോർ മൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മ്യൂക്കോർ മൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ബ്ലാക്ക് ഫംഗസ്. മ്യൂക്കോർ മൈക്കോസിസ് എന്ന രോഗം ബന്ധപ്പെട്ടിരിക്കുന്നത് ബ്ലാക്ക് ഫംഗസുമായിട്ടാണ്. കോവിഡ്-19 ഉപയോഗിക്കുന്ന വാക്സിൻ. കോവിഡ്-19 ഉപയോഗിക്കുന്ന വാക്സിൻ ഓപ്ഷൻ ബി കോവാക്സിൻ. കോവാക്സിനാണ് തന്നിരിക്കുന്നവയിൽ കോവിഡ്-19 ഉപയോഗിക്കുന്ന വാക്സിൻ. എംഫിസിമ ബാധിക്കുന്ന അവയവം. എംഫിസിമ ബാധിക്കുന്ന അവയവം
ഓപ്ഷൻ എ ശ്വാസകോശം. ശ്വാസകോശമാണ് എംഫിസിമ ബാധിക്കുന്ന അവയവം. ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ആഹാരഘടകം. ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ആഹാരഘടകം ഓപ്ഷൻ എ പ്രോട്ടീൻ. പ്രോട്ടീനാണ് ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ആഹാരഘടകം. ഈച്ച പരത്തുന്ന ഒരു രോഗം. മന്ത്, കോളറ, മലമ്പനി, ന്യൂമോണിയ തന്നിരിക്കുന്നവയിൽ ഈച്ച പരത്തുന്ന ഒരു രോഗം ഓപ്ഷൻ ബി കോളറ. ഇൻസുലിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. പ്രമേഹം, ക്വാഷിയോർക്കർ, മരാസ്മസ്, ഗ്ലൂക്കോമ. ഇൻസുലിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ പ്രമേഹം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ് പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ് പദ്ധതി ഓപ്ഷൻ ബി താലോലം. താലോലം പദ്ധതിയാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ് പദ്ധതി. ജീവകം എ അടങ്ങിയ ആഹാരപദാർത്ഥം. പാൽ, മുട്ട, ചീര, മാംസം എന്നിവയിൽ ജീവകം എ അടങ്ങിയ ആഹാരപദാർത്ഥം ഓപ്ഷൻ സി ചീര. ചീരയാണ് ജീവകം എ അടങ്ങിയ ആഹാരപദാർത്ഥം. മന്ത് പരത്തുന്ന ജീവി. കൊതുക്, ഈച്ച, വവ്വാൽ, എലി. മന്ത് പരത്തുന്ന ജീവി ഓപ്ഷൻ എ കൊതുക്. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ് ഏത് രോഗാണുവിനും പ്രവർത്തിക്കാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം ഓപ്ഷൻ ഡി എയ്ഡ്സ്. എയ്ഡ്സ് ആണ് രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ് ഏത് രോഗാണുവിനും പ്രവർത്തിക്കാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓപ്ഷൻ ഡി ഒ ഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് ഒ രക്തഗ്രൂപ്പ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഓപ്ഷൻ എ മെഡിസെപ്പ്. മെഡിസെപ്പാണ് കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ ബി സ്കർവി. സ്കർവി രോഗമാണ് ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ ഓപ്ഷൻ എ ദിശ. ദിശ ഹെൽപ്പ് ലൈനാണ് ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി ഓപ്ഷൻ സി സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനമാണ് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി. അടുത്തായി മാത്സ് ചോദ്യങ്ങൾ. x/2 + 8 = -10 ആയാൽ എക്സിൻ്റെ വില ഓപ്ഷൻ സി -36. ഒരു സംഖ്യയുടെ 3/5 ഭാഗത്തിൻ്റെ 60% എന്നത് 36 ആയാൽ സംഖ്യ ഏത്? ഓപ്ഷൻ ബി 100. രണ്ട് സംഖ്യകളുടെ ഉസാഗ 11ഉം അവയുടെ ലസാഗു 693ഉമാണ്. അവയിൽ ഒരു സംഖ്യ 77 ആയാൽ മറ്റേ സംഖ്യ ഏത്? ഓപ്ഷൻ എ 99. 2.5 ഹരണം 0.0005 സമം ഓപ്ഷൻ സി 5000. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത്? ഓപ്ഷൻ ഡി 5.5. a + b = 5, ab = 2 ആയാൽ a² + b² വില എന്ത്? ഓപ്ഷൻ എ 21. √28,900 സമം ഓപ്ഷൻ സി 170. അരുൺ 240 മീറ്റർ 24 സെക്കൻഡിൽ ഓടിയെത്തിയെങ്കിൽ അരുണിൻ്റെ വേഗത മീറ്റർ/സെക്കൻഡിൽ എത്ര? ഓപ്ഷൻ ബി 10. വിറ്റ വില 40 രൂപ 60 പൈസ, ലാഭശതമാനം 16 ആയാൽ വാങ്ങിയ വില എന്ത്? ഓപ്ഷൻ സി 35. 90ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇൻറ്റു = മൈനസ്, മൈനസ് = ഇൻറ്റു, പ്ലസ് = ഹരണം, ഹരണം = പ്ലസ് ആയാൽ
13 - 12 ഹരണം 400 + 20 × 100 സമം ഓപ്ഷൻ ബി 76. 2, 11, 47, 191, 767 ഡാഷ്. ഓപ്ഷൻ സി 3071. 93ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, പെൺകുട്ടികളുടെ ഒരു വരിയിൽ ശാന്തി ഇടത്തുനിന്ന് 11ാമതും ശാലിനി വലത്തുനിന്ന് 7ാമതുമാണ്. അവർ പരസ്പരം നിൽക്കുന്ന സ്ഥലം മാറിയാൽ ശാന്തി ഇടത്തുനിന്ന് 15ാമതാകും. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പെൺകുട്ടികൾ ഉണ്ട്? ഓപ്ഷൻ ഡി 21. അപ്പ് ഏരോ, റൈറ്റ് ഏരോ, ഡൗൺ ഏരോ, ലെഫ്റ്റ് ഏരോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ അപ്പ് ഏരോ. വിശപ്പ് ഭക്ഷണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദാഹം ഏതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി വെള്ളം. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആകാശം. 15 വർഷം കഴിയുമ്പോൾ രാജീവിൻ്റെ വയസ്സ് അവൻ്റെ 5 വർഷം മുമ്പിലത്തെ വയസ്സിൻ്റെ 5 മടങ്ങാകുമെങ്കിൽ രാജീവിൻ്റെ ഇപ്പോഴത്തെ വയസ്സെത്ര? ഓപ്ഷൻ എ 10. 99ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, ബഷീർ അവൻ്റെ വീട്ടിൽ നിന്നും 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു നിന്നു. വീണ്ടും ഇടത്ത് തിരിഞ്ഞ് 30 കിലോമീറ്റർ കൂടി നടന്നാൽ അവൻ ഇപ്പോൾ വീട്ടിൽ നിന്നും എത്ര അകലെയാണ്? ഓപ്ഷൻ ബി 50 കിലോമീറ്റർ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.